ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. റീയൂസ്ഡ് ഡീറ്റെയിൽസ് എന്നാണ് ആ ഒരു ഫീച്ചറിൻ്റെ നെയിം. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു വീഡിയോസ് എടുക്കുകയാണ്, അതായത് അപ്ലോഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എടുക്കേണ്ട ഗാലറി ഓപ്പൺ ആവുന്നതായിരിക്കും. ഗാലറി ഓപ്പൺ ആയി കഴിഞ്ഞാൽ വീഡിയോ എവിടെ വെച്ചിരിക്കുന്ന ഫയൽ അത് ഓപ്പൺ ചെയ്യുക, വീഡിയോസ് എന്നുള്ളതിലാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യണേ. ഏത് വീഡിയോ ആണ് എനിക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആ വീഡിയോ ഞാൻ ക്ലിക്ക് ചെയ്ത ശേഷം ഓക്കെ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കേട്ടോ, റീയൂസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. റീയൂസ് ഡീറ്റെയിൽസ് എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫീച്ചറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മറ്റുള്ള വീഡിയോസിൻ്റെ ഓപ്ഷൻസ്, അതായത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത മറ്റുള്ള വീഡിയോസ് ഇവിടെ ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മൾ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്ത് ആ വീഡിയോയ്ക്ക് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷനൊക്കെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെ എടുക്കണമെങ്കിൽ നമുക്കൊന്ന് ഹെൽപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വേറൊരു വീഡിയോ ഞാൻ ക്ലിക്ക് ചെയ്യണം. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ ഇവിടെ ലോഡ് ആവുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഇവിടെ ടിക്ക് മാർക്കായിട്ട് വന്നിട്ടുണ്ട്. അത് ഏതാണ് നമുക്ക് കൊടുക്കേണ്ടത്? അതായത് നമ്മൾ ഇടുന്ന വീഡിയോ സെയിം കണ്ടന്റ് ആണ് നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ ഇട്ടതാണെങ്കിൽ ആ ഒരു വീഡിയോയുടെ ടൈറ്റിൽ വേണോ, ഡിസ്ക്രിപ്ഷൻ വേണോ, ടാഗ് വേണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും വേണം, അത് മാത്രം മതി എന്ന് വെച്ചാൽ മറ്റുള്ള ഈ ഒരു ടിക്കൊക്കെ ഒഴിവാക്കുക. ഓക്കെ, എന്നതിന് ശേഷം ഞാൻ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും മാത്രം കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നതിന് ശേഷം ഞാൻ റീയൂസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണേ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഗുഡ് ന്യൂസ് ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷൻ, ആ ഒരു ടൈറ്റിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ആ ഒരു ഡിസ്ക്രിപ്ഷനാണ് വന്നിരിക്കുന്നത്. ഏത് വീഡിയോയുടെ ആണോ നമ്മൾ മുമ്പേ കൊടുത്തിരിക്കുന്നത് ആ വീഡിയോയുടെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഇപ്പോൾ ഞാൻ ഓപ്ഷൻസ് ഒക്കെ കാണിച്ചു തന്നല്ലോ, അതെല്ലാം നിങ്ങൾക്ക് ആയിട്ട് കൊടുക്കേണ്ട ആ ഒരു ഫീച്ചറാണ് വന്നിരിക്കുന്നത്. അതാണ് റീയൂസ് ഡീറ്റെയിൽസ്. പെട്ടെന്ന് തന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയാം, ഈ ഒരു റീയൂസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഈ ഫീച്ചർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മെറ്റാഡാറ്റ, മിസ്ലീഡിങ് മെറ്റാഡാറ്റ എന്നുള്ള പ്രോബ്ലം വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റൈസേഷൻ ഓഫ് ആകും. അപ്പം നിങ്ങൾ ഒരു കാരണവശാലും ഈ ഫീച്ചർ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഒരു സെയിം വീഡിയോസിന് തന്നെ ഇങ്ങനെ കൊടുക്കാതിരിക്കുക. ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷനൊക്കെ പല രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി കൊടുക്കുക കേട്ടോ. ഈ ഒരു കാര്യം എന്തായാലും ഓർത്ത് വയ്ക്കണം. യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ളവർ യൂട്യൂബ് ഇത്തരത്തിൽ ഒരുപാട് ഫീച്ചറൊക്കെ നമുക്ക് തരും, പക്ഷെ അത് ഉപയോഗിക്കാനും കൂടി അറിയണം. ഇത്തരത്തിൽ വരും വീഡിയോയ്ക്ക്, അതായത് സെയിം വീഡിയോയ്ക്ക് തന്നെ ആ കൊടുത്ത ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് പെട്ടെന്ന് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം, പബ്ലിഷ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. അതും കൂടി മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ടാഗും എല്ലാം കൊടുത്ത് ഒരു പണിയില്ലാണ്ട് കഴിച്ചിലാക്കാം എന്ന് കരുതി കഴിഞ്ഞാൽ മിസ്ലീഡിംഗ് മെറ്റാഡാറ്റ പ്രകാരം നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ഓഫ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരു മാസം ഹോൾഡായിട്ട് വരും. ഒരു മാസം ഹോൾഡായ ശേഷമേ നിങ്ങൾക്ക് മോണിറ്റൈസിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഏതൊക്കെ വീഡിയോ ആണെന്നുള്ളത് എല്ലാം ചെക്ക് ചെയ്യേണ്ടി വരും. അത് വളരെ വലിയൊരു പ്രോബ്ലമാണ്. ഏതൊക്കെ വീഡിയോയ്ക്കാണ് മിസ്ലീഡിംഗ് മെറ്റാഡാറ്റ പ്രോബ്ലം വന്നത് എന്നുള്ളത് കൺഫ്യൂഷനായിട്ട് ടൈറ്റിൽ, ടാഗ്, ഡിസ്ക്രിപ്ഷൻ ഇതെല്ലാം ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ യൂട്യൂബ് നല്ല ഫീച്ചറൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അത് ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ എളുപ്പ വഴിക്ക് എന്നുള്ള രീതിക്ക് ഇത്തരത്തിൽ ടൈറ്റിൽ കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് മുമ്പത്തെ വീഡിയോയുടെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. റീയൂസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ തന്നിരിക്കുന്നത് നമുക്ക് ഇത്തരത്തിൽ ഉപയോഗിക്കാൻ തന്നെയാണ്. പക്ഷേ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഭേദഗതികളൊക്കെ വരുത്തുക. ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ ഭേദഗതികൾ വരുത്തുക. എന്തായാലും ഇതൊന്ന് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. ഈ ഒരു ഫീച്ചർ ക്രോം ബ്രൗസറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഫീച്ചർ കിട്ടുന്നവർ എന്തായാലും അത് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. മിസ്ലീഡിംഗ് മെറ്റാഡാറ്റ എന്നുള്ള പ്രോബ്ലം വരാതെ വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ. ഈ ഒരു കാര്യം എന്തായാലും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. മോണിറ്റൈസേഷൻ ഓഫ് ആയ ശേഷം പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പുതിയ ഫീച്ചർ ഉപയോഗിക്കുക എന്നുള്ള കാര്യം മനസ്സിലായി എന്നുള്ള കരുതലോടുകൂടി വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ജയ് ഹിന്ദ്.